നിസ്കാരം കഴിഞ്ഞ ഉടനെ അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് 3 തവണ ചൊല്ലണം. അത് കഴിഞ്ഞിട്ടോ അൽ ഖദീം അൽ കരീം അൽ റഹീം എന്ന് തുടങ്ങുന്നതായ ആ ദിക്റുകളുടെ ഒരു കൂട്ടം ചൊല്ലണം. അത് കഴിഞ്ഞിട്ടോ അല്ലാഹുമ്മ അൻതസ്സലാം വ മിൻകസ്സലാം വ ഇലൈക റജിഉസ്സലാം എന്ന ആ ദിക്ർ ചൊല്ലണം. അത് കഴിഞ്ഞിട്ടോ അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വ ലാ മുഅതിയ ലിമാ മനഅത എന്ന് തുടങ്ങിയ ദിക്ർ ചൊല്ലണം. അത് കഴിഞ്ഞിട്ടോ അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക വ തൗഫീഖി തഅതിക വ ഈമാനിക യാ അല്ലാഹ് എന്ന ദിക്ർ ചൊല്ലണം. ഇതും കഴിഞ്ഞിട്ടോ ഒരായത്തുൽ കുർസി ഓതൽ സുന്നത്തുണ്ട്, ആയത്തുൽ കുർസി ഓതണം. അതും കഴിഞ്ഞിട്ടോ സുബ്ഹാനല്ലാഹ് 33 തവണ ചൊല്ലണം, അൽഹംദുലില്ലാഹ് 33 തവണ ചൊല്ലണം, അല്ലാഹു അക്ബർ 33 തവണ ചൊല്ലണം. അതിൽ 99 തവണയായി 100 പൂർത്തിയാക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വ ലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ഒരു തവണ ചൊല്ലണം. അത് കഴിഞ്ഞിട്ട് ഒരു 10 ദിക്ർ, ഏറ്റവും ശ്രേഷ്ഠമായ ദിക്റായ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇതൊരു 10 തവണ ചൊല്ലണം. ഇതൊക്കെ സുന്നത്തുള്ളതാണ്. എന്നാൽ എത്ര ആളുകൾ ഇതൊക്കെ ചെല്ലുന്നുണ്ട് നിങ്ങൾ നോക്കി നോക്ക്. ഈ നിസ്കാര ശേഷം ഉള്ള ഇപ്പൊ ഞാൻ ചൊല്ലിയ എണ്ണം 118 ദിക്റുകളുണ്ട്. ആരെങ്കിലും അതിനെ കുറിച്ച് ആലോചിച്ചെടുക്കണോ? ഓരോ വഖത്തിന് ശേഷവും 118 തവണ ദിക്റുകൾ നമ്മൾ ചെല്ലുന്നുണ്ട്. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ 33 തവണ, അപ്പോൾ തന്നെ 99 ആയി. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു 100 ആയി. അങ്ങനെ 118ഓളം ദിക്റുകൾ നമ്മൾ ചെല്ലുന്നുണ്ട്. 5 നേരത്തെ നമ്മൾ ദിക്റുകൾ കൂട്ടി നോക്കൂ. 118 × 5 ഇത്ര 590 ദിക്റുകൾ അങ്ങനെ വരുന്നുണ്ട്. പിന്നെ മഗ്‌രിബിന് ശേഷവും സുബ്ഹിക്ക് ശേഷവും 10 തവണ സലാം വീട്ടിയ ഉടനെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വ ലഹുൽ ഹംദു യുഹ്യി വ യുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ 10 തവണ. അത് കഴിഞ്ഞാൽ അല്ലാഹുമ്മ അജ്ർനി മിനൻ നാർ 7 തവണ. ഇങ്ങനെ സുബ്ഹിക്ക് ശേഷവും മഗ്‌രിബിന് ശേഷവും അങ്ങനെ നിസ്കാരങ്ങൾക്ക് പിറകെ ചൊല്ലുന്ന ദിക്റുകൾ തന്നെ 625ഓളം ദിക്റുകളുണ്ട്. ഒരു ദിവസം നമ്മൾ അങ്ങനെ 625 ദിക്ർ ചെല്ലുന്നുണ്ട്. നമ്മൾ ആരെങ്കിലും ആലോചിക്കുന്നുണ്ടോ? ഇത് ഒഴിവാക്കിയിട്ട് നമ്മൾ സലാം വീട്ടെ ഉടനെ ഓടുന്നത്. എങ്ങോട്ടായി ഓടുന്നത്? നല്ല കാര്യങ്ങൾക്കൊന്നല്ല. എത്ര പേരാണ് ആ ദിക്റുകൾ നഷ്ടപ്പെടുത്തുന്നത്? സലാം വീട്ടിയ ഉടനെ ആരും ഓടരുത്. ചിലർ സലാം വീട്ടിയ ഉടനെ ദിക്ർ ചൊല്ലാതെ ദുആയിൽ പങ്കെടുക്കാതെ പെട്ടെന്നൊരു സുന്നത്ത് നിസ്കാരം ചില ആൾക്കാർക്ക് ദിക്റൊക്കെ ഒഴിവാക്കിയിട്ട് സുന്നത്ത് നിസ്കരിക്കാം. എന്തിനാണെന്ന് അതൊരു വളവാണ്, ഒരു ഐഡിയ ആണ്. ഇയാള് നിസ്കാരം കഴിയുമ്പോഴേക്ക് ഇമാമിനെ ദുആ വേഗം